ബോട്ടിൻ്റെ ഒരു കമ്പനി പ്രൊഫൈൽ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. എവിടെ നല്ല ഡിസൈൻ കോഴ്സ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിലാണ് ഹാക്ക ഡിസൈൻ സ്കൂളിൻ്റെ ആഡ് ഞാൻ കാണുന്നത്. ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം കുറച്ച് സീരിയസ് ആണ്, കുറച്ചുകൂടി ഫൺ പരിപാടിയാണിത്. ഓൺലൈൻ ആണെങ്കിലും നമ്മളൊരു ജസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് പരിപാടി, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് പറഞ്ഞ മെൻറ്റേഴ്സൊക്കെ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഹായ്, ഞാൻ സഫ്വാൻ. ഞാനിവിടെ ഹാരിസൺ കോല് സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ BA സോഷ്യോളജിയാണ് പഠിച്ചത്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡിസൈനിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ്. സ്മാർട്ട് ഫോണിലാണ് ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ സ്മാർട്ട് ഫോണിൽ മാത്രം ചെയ്തിട്ടുള്ള പരിചയം എനിക്കുള്ളൂ. മാക്സിമം വർക്ക് സ്പീഡാക്കി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം വർക്കും കാര്യങ്ങളൊക്കെ തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ അടുത്തുള്ള ഒരു പ്രിൻറ്റിങ് ഷോപ്പിൽ എനിക്ക് അങ്ങനെ ഒരു ഡിസൈനറായിട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് പോർട്ട്ഫോളിയോയിൽ വെക്കാൻ പാകത്തിനുള്ള വർക്കും കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. കാരണം അവിടെ അങ്ങനെ ഒരു ടൈപ്പ് വർക്കല്ല അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വർക്ക് കൾച്ചറും അല്ല അവിടെ ഉള്ളത്. അവിടെ കാര്യമായിട്ട് ഒരു പ്രിൻറ്റിങ് ഷോപ്പ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാം, ഫ്ലെക്സ് അതുപോലെ ട്രോഫി അങ്ങനത്തെ പ്രിൻറ്റിങ് മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ബേസ്ഡ് ഡിസൈൻസ് ആകുമ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോയിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 1 year വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ പോർട്ട്ഫോളിയോ എവിടെ ചോദിക്കുമ്പോൾ പോർട്ട്ഫോളിയോയിൽ കാണിക്കാൻ എനിക്ക് ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ ഞാനത് റിയലൈസ് ചെയ്ത സംഭവമാണത്. ഒരു ഡിസൈനർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡിസൈനറെ ഏറ്റവും മെയിൻ സംഭവം എന്ന് പറയുന്നത് അയാളുടെ പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ എനിക്ക് അപ്സ്കില്ല് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഈസി ആയിട്ടുള്ള ടാസ്കുകൾ മാത്രം ചെയ്ത് നടന്നാൽ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ തപ്പാൻ തുടങ്ങി. ഇനിയും ഈ പഠിക്കുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. സോ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഡിസൈൻ സ്കൂളിൽ ഓൺലൈനായിട്ട് ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഓൺലൈൻ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ക്ലാസ്സസൊക്കെ ഉണ്ടാവുക, അത്ര എഫക്റ്റീവ് ആവുക എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ്. കാരണം ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഇത് യൂസ് ചെയ്താലുള്ള എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എനിക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ അങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം കുറച്ച് സീരിയസ് ആണ്, കുറച്ചുകൂടി ഫൺ പരിപാടിയാണിത്. ഓൺലൈൻ ആണെങ്കിലും നമ്മളൊരു ജസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് പരിപാടി, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് പറഞ്ഞ മെൻറ്റേഴ്സൊക്കെ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ മെൻറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഞാനൊരു കമ്പനി പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ കാരണം ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഡിസൈൻ സ്കൂളിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ തരുമ്പോൾ ചെയ്യാനും ടൈം ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഇരിക്കാൻ. അപ്പോൾ ഞാനൊരു എബൌട്ട് 6+ hours ഞാൻ ഒരു കമ്പനി പ്രൊഫൈലിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ബോട്ടിൻ്റെ ഒരു കമ്പനി പ്രൊഫൈൽ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ അത് അത്യാവശ്യം ഒരു 10+ pagesോളം ഉണ്ടായിരുന്നു. ഞാനത് അത്രയും ടൈം ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ എനിക്കത് അതിനൊരു അപ്രിസിയേഷൻ എനിക്ക് സൈൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹാർഡ് വർക്കിനുള്ളത് അതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ എഫേർട്ട് ഇടാനും വർക്ക് ചെയ്യാനൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇൻസ്പിറേഷനായി ഒരു അപ്രിസിയേഷൻ കിട്ടിയപ്പോൾ. നമ്മുടെ മെൻറ്റർ സൈൽ സാർ എന്നോട് പറഞ്ഞു, വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹാരിസൺ കോല് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു ഡിസൈനർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്,
പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ച്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആരിസെൻകോയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഒരു ഏജൻസിയിലൊക്കെ എനിക്ക് ഒരു വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും അല്ലെങ്കിൽ ഒരു ജോബ് കിട്ടും എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞാൻ ഒരുപാട് തിങ്ക് ചെയ്തു. എനിക്ക് ഓൾറെഡി ഞാൻ വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നു. സോ ഞാൻ അതിൽ സ്റ്റേ ചെയ്യണോ അതോ കുറച്ചുകൂടെയൊക്കെ റിസ്ക് എടുത്തിട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ട് കാലിക്കറ്റ് വന്നിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ സേഫ് സോണിൽ കംഫർട്ട് സോണിൽ നിന്നാൽ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാലും ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒറ്റൊരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ആരിസെൻകോയിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. സോ അതുപോലെ എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക്സും കിട്ടിയിട്ടുണ്ട്. ക്ലയൻസും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ച് ക്ലയൻസാണ്. സോ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട്, അപ്സ്കിൽ ചെയ്യാൻ പറ്റി.